ഹായ് ഫ്രണ്ട്സ്, ടാലൻറ്റ് അക്കാഡമിയുടെ കറണ്ട് അഫെയർസ് സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC ചോദിക്കാൻ ഏറെ സാധ്യതയുള്ള ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി ടാലൻറ്റ് അക്കാഡമിയുടെ റിസർച്ച് ടീം തയ്യാറാക്കിയ തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ മാത്രമാണ്. 2020 ഫെബ്രുവരിയിൽ ദീൻദയാൽ ഉപാധ്യായയുടെ 63 അടി ഉയരമുള്ള പ്രതിമ അനുച്ഛാദനം ചെയ്തത് വാരണാസി, ഉത്തർപ്രദേശ്. വിദ്യാർത്ഥികളുടെ അക്കാഡമിക് മികവിനൊപ്പം സാമൂഹിക മികവ് വളർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കുന്നതിനുമായി കേരള വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി സഹിതം. ന്യൂഡൽഹിയിലെ പ്രവാസി ഭാരതീയ കേന്ദ്രത്തിന്റെ പുതിയ പേര് സുഷമ സ്വരാജ് ഭവൻ. ന്യൂഡൽഹിയിലെ ഫോറിൻ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ പേര് സുഷമ സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ സർവീസ്. 2020 ഫെബ്രുവരിയിൽ നാഷണൽ ഓർഗാനിക് ഫുഡ് ഫെസ്റ്റിവലിന് വേദിയായത് ന്യൂഡൽഹി. വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്യാർ കാ പൗധ എ പ്ലാന്റ് ഓഫ് ലവ് പ്രചരണ പരിപാടി ആരംഭിച്ച സംസ്ഥാനം ബീഹാർ. Hi friends, subscribe now and press the bell icon to receive daily current affairs in Malayalam. Back to the video. ഇന്ത്യയിൽ ആദ്യമായി ഫങ്ഷണൽ എനർജി ന്യൂട്രൽ റെയിൽവേ സ്റ്റേഷൻസ് നിലവിൽ വന്ന സോൺ സൗത്ത് സെൻട്രൽ റെയിൽവേസ് SCR സോൺ, സെക്കന്ദരാബാദ്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മുനിസിപ്പൽ ബോണ്ട് ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ ചെയർമാൻ സുർജിത് പ്രസാദ്. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് അതുൽ കുമാർ ഗുപ്ത. ഈസ്റ്റ് വെസ്റ്റ് മെട്രോ കോറിഡോർ നിലവിൽ വന്ന നഗരം കൊൽക്കത്ത. ആദ്യഘട്ടത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചത് പീയൂഷ് ഗോയൽ.